ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ എന്ന ഗ്രാമം. കൃഷിയും കാര്യങ്ങളുമായി ശാന്തമായി ജീവിക്കുന്ന മണ്ഡൽ എന്ന 54-കാരൻ്റെ കുടുംബം. ഭാര്യ മധുവിന് 50 വയസ്സ്. അവരുടെ മകൾ നേഹയ്ക്ക് 22 വയസ്സും. 8 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയും മറ്റും സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമായിരുന്നു അത്. നേഹയുടെ വിവാഹാലോചനകൾ നടക്കുന്ന സമയമാണിത്. അടുത്ത ഗ്രാമത്തിൽ നിന്ന് രാജേന്ദർ എന്ന യുവാവിൻ്റെ ആലോചന വരുന്നത്. 20 ഏക്കറോളം കൃഷിഭൂമിയുള്ള സമ്പന്നമായ കുടുംബം. ആലോചന ഇരു കൂട്ടർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. 2020 ഓഗസ്റ്റ് 16 വിവാഹ നിശ്ചയവും കഴിഞ്ഞു. എന്നാൽ ആ വിവാഹ നിശ്ചയം രണ്ടു കുടുംബങ്ങളുടെയും തകർച്ചയുടെ തുടക്കമായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഇതിനിടയിൽ മരുമകനുമായി വരാൻ പോകുന്ന രാജേന്ദറിൻ്റെ നേഹയുടെയും അമ്മ മധുവും തമ്മിൽ ഒരു വിചിത്രമായ ബന്ധം അവിടെ ഉടലെടുത്തു. മകളേക്കാൾ രാജേന്ദ്ര ശ്രദ്ധിച്ചത് വരാൻ പോകുന്ന അമ്മായിമ്മയായിരുന്നു. മധുവാകട്ടെ സ്വന്തം മകളുടെ ഭാവി വരനെ പ്രണയിക്കാൻ തുടങ്ങുകയും ചെയ്തു. വിവാഹത്തിന് കൃത്യം 1 മാസം മുൻപ് തുണിത്തരങ്ങളും മറ്റും എടുക്കാനായി രാജേന്ദ്രും വീട്ടുകാരും മധുവിൻ്റെ വീട്ടിലെത്തി. ഷോപ്പിങ്ങിനായി എല്ലാവരും പുറപ്പെടാൻ തുടങ്ങി. എന്നാൽ തനിക്ക് കടുത്ത വയറുവേദനയാണെന്നും അതിനാൽ വരുന്നില്ലെന്നും മധു കള്ളം പറഞ്ഞു. മറ്റുള്ളവർ പോയിക്കൊള്ളാൻ അവർ നിർബന്ധിക്കുകയും ചെയ്തു. മധുവിനെ XB 3 കാറുകളിലായി ബന്ധുക്കൾ ഷോപ്പിങ്ങിന് പോയി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തൻ്റെ പേഴ്സും ഫോണും എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് രാജേന്ദർ കാർ തിരിച്ചുവിട്ടു. അയാൾ നേരെ എത്തിയത് മധുവിൻ്റെ അടുത്തേക്കായിരുന്നു. വിജനമായ ആ വീട്ടിൽ വെച്ച് വിവാഹത്തിന് മുൻപേ അമ്മായിയമ്മയും മരുമകനും തമ്മിലുള്ള ബന്ധം അതിരുകൾ ലംഘിച്ചു. ഒടുവിൽ 2020 ഓഗസ്റ്റ് 16 രാജേന്ദർ നേഹയെ താലി ചാർത്തി. പക്ഷേ വിധിയുടെ തിരക്കഥ മറ്റൊന്നായിരുന്നു. വിവാഹശേഷം മധു ഒരു പുതിയ ആവശ്യവുമായി മുന്നോട്ട് വന്നു. വിവാഹശേഷം മധു പുതിയൊരു തിരക്കഥയുമായി മുന്നിലേക്ക് വന്നു. തൻ്റെ മകൾക്ക് വീട് വിട്ടു നിൽക്കാൻ വിഷമമാണെന്നും അതിനാൽ മരുമകനും മകളും 3 മാസത്തോളം ഇവിടെ തങ്ങണമെന്നുമായിരുന്നു മധു വാശി പിടിച്ചത്. രാജേന്ദ്രന് അതിൽ സമ്മതവുമായിരുന്നു. അങ്ങനെ അവർ മധുവിൻ്റെ വീട്ടിൽ താമസമായി. എന്നാൽ ആ വീട്ടിൽ നിന്ന് നടന്നത് അവിഹിതമായ പലതുമായിരുന്നു. മധുവിൻ്റെ പെരുമാറ്റത്തിൽ ഭർത്താവ് മണ്ഡലിന് സംശയം തോന്നി തുടങ്ങി. സ്വന്തം ഭർത്താവുമായി ഇടപഴകുന്നതിൽ നിന്ന് അമ്മ തന്നെ വിലക്കുന്നതും ഇരുവരും തമ്മിലുള്ള അമിതമായ അടുപ്പവും നേഹയിലും സംശയത്തിൻ്റെ വിത്തുകൾ പാകി തുടങ്ങി. ഒടുവിൽ ആ രാത്രി വന്നെത്തി. എല്ലാവരും ഉറക്കത്തിലായ സമയം പുലർച്ചെ 4 മണിയോടെ ഞെട്ടിയുണർന്ന നേഹ കണ്ടത് തൻ്റെ അരികിൽ ഭർത്താവില്ല എന്നതാണ്. അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് നോക്കി. അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. എന്നാൽ അമ്മയുടെ മുറിയിൽ നോക്കിയപ്പോൾ അവിടെ അമ്മയുമില്ല. അലമാര തുറന്നിട്ടിരിക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന സ്വർണവും 2 ലക്ഷം രൂപയും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഭർത്താവും സ്വന്തം അമ്മയും കൂടി ഒളിച്ചോടിയിരിക്കുന്നു എന്ന സത്യം ആ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അന്വേഷണങ്ങളുടെ നാളുകളായിരുന്നു. 2 ആഴ്ചയോളം ഇരു കുടുംബങ്ങളും ഇവരെ തിരഞ്ഞു. രാജേന്ദ്രൻ്റെ അച്ഛൻ മണ്ഡലിൻ്റെ വീട്ടിലെത്തി ബഹളം വെച്ചു. മണ്ഡൽ അവരെ വിദേശത്തേക്ക് കടത്തിവിട്ടു എന്നായിരുന്നു അവരുടെ ആരോപണം. പോലീസിൽ പരാതി നൽകി. നീണ്ട 10 മാസങ്ങൾക്ക് ശേഷം 2021 ജൂൺ 10 പോലീസ് ഒരു തുമ്പ് ലഭിച്ചു. രാജേന്ദ്ര തൻ്റെ ID കാർഡ് ഉപയോഗിച്ച് എടുത്ത പുതിയ സിം കാർഡായിരുന്നു അവരെ കുടുക്കിയത്. മുസാഫർ നഗറിൽ നിന്നും വെറും 19 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നുണ്ടായിരുന്നു. മധുവിന് ഗർഭകാല ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോഴായിരുന്നു പോലീസ് അവരെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ മണ്ഡലിനും നേഹയ്ക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമായിരുന്നു. പോലീസുകാർ ചോദിച്ചു, ഇവരെ തിരികെ വേണോ? മണ്ഡൽ പറഞ്ഞു, ഇങ്ങനൊരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. നേഹ പറഞ്ഞു, സ്വന്തം അമ്മയെ കൊണ്ടുപോയ ഇവനെ എനിക്ക് ഭർത്താവുകയും വേണ്ട. നിയമ നടപടികൾക്ക് ശേഷം മധുവും രാജേന്ദ്രവും ജാമ്യം നേടി. സ്വന്തം കുടുംബത്തെയും മക്കളെയും ഉപേക്ഷിച്ച് സമൂഹത്തിൽ മുന്നിൽ തലകുനിച്ച് അവർ അവരുടെ വഴിക്ക് പോയി. മുസാഫർ നഗറിലെ ആ ഗ്രാമത്തിൽ ഇത് ഇന്നും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികൾക്കായി ചാനൽ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.